ശ്രീകുമാർ സാർ, ആ, കേരളം പിന്നെ ജയിക്കും UDF നയിക്കും എന്ന ഒരു ക്യാച്ച് വേർഡിൽ UDFിൻ്റെ പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 24 മണിക്കൂറിനകം തീയതി പ്രഖ്യാപനമുണ്ടായി, 24 മണിക്കൂറിനകം ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വരും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ എം പിമാർ സ്ഥാനാർത്ഥികളാകണോ, ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആരാകണമെന്നത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, പിന്നെ അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട്. അതിനിടയിൽ ഈ പാർട്ടി വിട്ടുവരുന്ന ഇപ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരൻ വന്നു, അവിടെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് പാർട്ടി വിട്ടു. ഇനി CC മുകുന്ദൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആദ്യം കരുത്ത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു, മുകുന്ദൻ BJPയിലേക്ക് പോയി. ഇനി അവിടെ TK ഗോവിന്ദനുണ്ട്, UDFിൻ്റെ പിന്തുണ ഉണ്ടാകുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ സ്വന്തം പാർട്ടിക്കകത്ത് സീറ്റുകൾ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുന്നണിക്കകത്ത് സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ 23 ദിവസമാണ് ഇനി മുന്നിലുള്ളത്. ഇടതുമുന്നണി ആ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്കകത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും വിമതരും ഒക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൊടികുത്തിയ പ്രശ്നങ്ങളാണ് UDFിനകത്ത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, 24 മണിക്കൂറിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് കോൺഗ്രസ് ആ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. അത്തരം ഒരു ഘട്ടത്തിൽ മിനിഞ്ഞാന്നാണ് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം 2 ദിവസമായിട്ട് കേരളത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം കേരളത്തിലായിരുന്നു. പിന്നീട് അവർ ഡൽഹിയിൽ ചെന്നിട്ട് വേണം വീണ്ടും ചർച്ച ചെയ്യാൻ. അപ്പോൾ ഇന്നലത്തെ ആ ദിവസം അങ്ങനെ പോയി. ഇന്നലെ മലയാള മാസം 1-ാം തീയതി ആയിരുന്നു, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് എല്ലാ നേതാക്കളും, രമേശ് ആണെങ്കിലും സതീശനാണെങ്കിലും വേണുഗോപാലാണെങ്കിലും കുടിക്കുന്ന എല്ലാവരും കേരളത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സിലെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ ചൊല്ലി പിന്നെ ബഹളം ഉണ്ടാകാൻ പാടില്ലെന്നൊരു ഒരു നിശ്ചയദാർഢ്യം ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്നലെ നോക്കൂ, ഇന്നലെ ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, 5:30 മണിക്ക് ഗോവിന്ദൻ മാഷി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നമ്മളിന്നലെ പറഞ്ഞതാണ്, LDF സജീവമായിരിക്കുന്നു, UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പോലും ആയിട്ടില്ല, LDF കളം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വലിയ രീതിയിൽ ബലൂണുകളൊക്കെ പറത്തി ആഘോഷിച്ചു. നോക്കൂ, 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളായ ജയശങ്കറും ശ്രീ ജേക്കബൊക്കെ പറയുന്നത് എന്താണ്? കണ്ണൂരിലത്തെ പാർട്ടിയുടെ പ്രശ്നം, ആലപ്പുഴയിലെ പാർട്ടിയുടെ പ്രശ്നമൊക്കെ അല്ലേ? അപ്പോൾ കണ്ണൂരിലത്തെ പാർട്ടിയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും ഒക്കെ ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് TK ഗോവിന്ദൻ. അപ്പോൾ പിന്നെ ആ പാരമ്പര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ലിസ്റ്റ് പുറത്തിറക്കി ഇങ്ങനെയൊക്കെ മറ്റേ പൊട്ടിത്തെറി വിളിച്ചു വരുത്തുന്നതിലും ഭേദം കോൺഗ്രസിൻ്റെ നിലപാടല്ലേ നല്ലത്? കാരണം ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകരുടെ എതിർപ്പ് നമ്മൾ അറിഞ്ഞു. പക്ഷേ അത് തൃണവൽഗണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ പുറത്തിറക്കിയത്. ആ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ചോദ്യം ചെയ്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഏറ്റവും മുതിർന്ന കണ്ണൂരിലത്തെ നേതാക്കളിൽ ഒരാൾ പാർട്ടി വിട്ടു. അപ്പോൾ അതിലും ഭേദം കോൺഗ്രസ് അല്ലേ? ഇന്ന് കേരള കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലത്തെ പ്രസിഡന്റ് അടക്കം പാർട്ടി വിടാൻ പോകുന്നു. അതിലും ഭേദം കോൺഗ്രസ് അല്ലേ? അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ലിസ്റ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ ആ ലിസ്റ്റ് ഇറക്കിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് 48 മണിക്കൂറിനുള്ളിൽ പേരുകൾ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളേ ഉള്ളൂ. ഇത് 140 മണ്ഡലങ്ങളിലെ ഘടകകക്ഷികളുടെ കാര്യവും അതുപോലെ തന്നെ 90-ലധികം സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ കാര്യം, ഒപ്പം ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം സുധാകരനെ പോലുള്ളവർ വരുന്നു, അതുപോലെ തന്നെ TK ഗോവിന്ദനെ പോലുള്ളവർ വരുന്നു, PK ശശിയെ പോലുള്ളവർ വരുന്നു, ഐഷ പോറ്റിയെ പോലുള്ളവർ വരുന്നു. ഓരോ ദിവസവും CPMലെ പ്രമുഖ നേതാക്കൾ പാർട്ടി വിടുകയാണ്. ഇതാ ഇന്ന് നെന്മാറയിലെ K ബാബുവിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നെന്മാറയിലെ ബാബുവിൻ്റെ പ്രശ്നമൊക്കെ. അപ്പോൾ ഇങ്ങനെ CPMലെ പൊട്ടിത്തെറിച്ച് ഓരോ ജില്ലയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കോൺഗ്രസിന് പരിഗണിക്കണ്ടേ? കാരണം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയ P സരീനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ ഒരു പാർട്ടിയാണല്ലോ CPM. അപ്പോൾ CPMൽ നിന്നും വരുന്നവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുന്നതല്ല. അപ്പോൾ ആ ചർച്ച അവിടെ മുറിയും.
കാരണം കോൺഗ്രസ് ആലപ്പുഴ ജില്ലയിലത്തെ ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അവിടെ സുധാകരൻ്റെ പ്രശ്നം വരുമ്പോൾ ചർച്ച മുറിഞ്ഞു പോകും. കണ്ണൂരിലത്തെ ആണെങ്കിൽ ഇന്നിപ്പോൾ കണ്ണൂർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ടി.കെ. ഗോവിന്ദൻ്റെ പ്രശ്നം വരുമ്പോൾ ചർച്ച മുറിഞ്ഞു പോകും. പാലക്കാട് ചർച്ച മുറിഞ്ഞു പോകും. എന്താ സംശയമില്ലേ? അപ്പോൾ ഒരു പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. കാരണം നാളെ പൊട്ടിത്തെറി ഉണ്ടാകാൻ പാടില്ല. പണ്ടറിയാമല്ലോ, പണ്ടിപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റിയ കോൺഗ്രസ് ചരിത്രമൊക്കെ ഉണ്ടല്ലോ. ഇക്കാലത്ത് അതൊന്നും പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. അപ്പോൾ അതുകൊണ്ടൊരു തീരുമാനം എടുത്ത് ആ തീരുമാനം നടപ്പാക്കണം. പക്ഷേ ശ്രീ ഗോപികൃഷ്ണൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് LDF ഇന്നലത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവർ നേടിയ മികവാണോ? അല്ലല്ലോ. സിറ്റിംഗ് MLA, ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MLA, കമ്മ്യൂണിസ്റ്റ് നേതാവ് മുകുന്ദൻ BJP പോയതല്ലേ നമ്മളിന്ന് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിച്ചവർ പുറത്താകും. ഞാൻ എന്തുകൊണ്ട് അഴിമതി ചൂണ്ടിക്കാണിക്കുന്നില്ല, എൻ്റെ അനുയായികൾ ചോദിക്കുന്നത് കൊണ്ട് ഞാനിതാ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞില്ലേ കണ്ണൂരിലത്തെ CPM ജില്ലാ സെക്രട്ടറി, പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഗോവിന്ദൻ. അത് മാത്രമല്ല, ശരി ശ്രീകുമാർ സാർ, അപ്പോൾ ഈ G. സുധാകരന് പിന്തുണയുണ്ട്, CC മുകുന്ദന് പിന്തുണയില്ല. പിന്നെ ഈ G. സുധാകരനെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ വലിയൊരു വിഭാഗം കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. MJ ജോബ് പാർട്ടി വിടാനിടയായ സാഹചര്യം അതാണ്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റ് ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൽ തീർപ്പുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അവിടെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുമുണ്ട്. പിന്നെ ലീഗിൻ്റെ കാര്യത്തിൽ അവർ ഏതാണ്ട് അതിൽ പിന്നെ സമരസപ്പെട്ട് പോയിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലും UDF-നകത്ത് തീരുമാനമായിട്ടില്ല. ഏത് സീറ്റിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. G. സുധാകരന് പിന്തുണയുണ്ട്, CC മുകുന്ദന് പിന്തുണയില്ല. അതായത് നമ്മൾ UDF-ലെ ഘടകകക്ഷികൾക്കിടയിലാണെങ്കിലും കോൺഗ്രസിനിടയിലാണെങ്കിലും ഗോപികൃഷ്ണൻ, CPM-ലത്തെ പൊട്ടിത്തെറി പോലെ അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ശ്രീ ആലപ്പുഴയിലെ KPCC ജനറൽ സെക്രട്ടറി ജോബ് പാർട്ടി വിട്ടു. അത് പാർട്ടി വിടാൻ കാരണം അദ്ദേഹം ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല എന്താ കാരണമെന്ന്. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പ്രശ്നം. പക്ഷേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇവിടെ പാർട്ടിയുടെ നേതാവായ ടി.കെ. ഗോവിന്ദൻ എന്ന് പറഞ്ഞത് ഒരു നിമിഷം കൊണ്ട് കേരള രാഷ്ട്രീയം മാറിപ്പോയി. LDF ജയിക്കുമെന്ന് കരുതിയവർ ഇന്ന് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ സ്ഥാനാർത്ഥി പട്ടിയെ പുറത്തിറങ്ങിയിട്ട് പിറ്റേ ദിവസം തർക്കം തീർക്കാനാണെങ്കിലോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.